സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് വർമ്മയെ കൊല ചെയ്ത് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയത് രാമദാസ് എന്നൊരാളാണ്. ഇയാൾ സിറ്റിയിലെ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ഹിന്ദുവാണെങ്കിലും സെന്റ് ജോസഫ് ചർച്ചിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു പ്രതി. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ ഫോട്ടോ. ഡയമണ്ട്സ് തട്ടിയെടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും വർമ്മയുടെ കോവിലകത്ത് നിന്നും ഇതേ തരത്തിലുള്ള രത്നങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ ഡയമണ്ട്സ്. കൊലപാതകയെ പിടികൂടാൻ രാജ്യത്ത് എല്ലായിടത്തും പോലീസ് വലവീശി കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ തുടങ്ങി അക്രമി കടന്നുകളയാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും അത്യന്തം ജാഗരൂകരായിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രാംദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടുമുട്ടുന്നവർ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു പ്രത്യേക അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണേ. തപ്പ്. കമ്മീഷണർ സർ. മനസ്സിലായില്ല. ശ്രീദേവി എന്ന് വെച്ചാൽ തെക്കേ കോവിലകത്ത് ഉദയവർമ്മ തമ്പുരാന്റെ മകൾ ശ്രീദേവി. കേട്ടിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ മകളെപ്പറ്റി മിസ്റ്റർ വർമ്മ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇതുവരെ വന്നത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ? അപ്പോൾ വിവരങ്ങളൊന്നും ശ്രീദേവി അറിഞ്ഞില്ലേ? ഐ ആം വെരി സോറി. ഹി ഈസ് നോ മോർ. കരൾ രോഗം ബാധിച്ച് മരിച്ച് ഒരു തോമസിന്റെ ശരീരം ഉദയവർമ്മയുടെ ഒന്നും പറഞ്ഞ് സംസ്കരിച്ചത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കാര്യം. പക്ഷെ ഇപ്പോൾ ഉദയവർമ്മയുടെ മകൾ ശ്രീദേവിയാണ് ചോദിക്കുന്നത്. ഒന്നും ഒളിക്കണ്ട. എന്റെ അച്ഛൻ എവിടെ? നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയെന്ന്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയേണ്ട പലതും എനിക്കറിയാമെന്ന്. താങ്കളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്കെന്റെ അച്ഛനെ കാണണം. എനിക്കായിട്ടൊന്നും വെറുതെ ചെയ്യണ്ട. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് കൃത്യം 5:30 ഞാൻ ഹോട്ടൽ റിഡ്സിൽ കാണും. അതിനു മുൻപ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ പിന്നെ നിങ്ങൾ എന്നെ തിരക്കേണ്ടതില്ല. അത് എന്റേതായിരിക്കും. ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ വന്നിരിക്കാൻ. പല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിൽ ഒരു സുഖം തോന്നുന്നു, ഒരു കുളിർമ. വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ദൈവമേ, പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. വണ്ടി വിട്. ഞാനൊരു പടം കാണാൻ ഇറങ്ങിയതാ. എന്റെ കൂടെ വരുന്നേ? ഓക്കെ. പ്രഷർ. വണ്ടി വിട്. ആരെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്? പലയിടത്തും വല്ല അടിച്ചോണ്ട് വന്നാന്ന്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹോട്ടൽ പ്രസിഡന്റ് വരെ ഒന്ന് പോയാൽ മതി. നിങ്ങളെ ഹോട്ടൽ പ്രസിഡന്റ് കൊണ്ടുവിട്ട എനിക്കെന്ത് ലാഭം? ആദ്യം വന്ന് എന്റെ തലയ്ക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു. അതുപോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാക്ഷിച്ചോ. അതുപോട്ടെ. സ്നേഹത്തിൽ ഒരു വാക്കെന്നോട് പറഞ്ഞോ? സാർ, തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടൽ പ്രസിഡന്റ്. ഓഹോ, ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാട്ടെ. ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ടപ്പോ മനസ്സിലായി പോയി. സാറിന് എത്ര ഇളകിയില്ല. വണ്ടി വിടറോ?
പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് രണ്ടു വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷെ അടുത്ത കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and of course a good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ, എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ ഒന്ന് നിർത്തണം. സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. അതെന്താ? സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കും? അവിടെ നിർത്താം. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. നോ താങ്ക്സ്. ലക്ഷ്മി, എന്നെ കൊച്ചാക്കരുത്. ഐ വിൽ പേ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. മറ്റേ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. വേണ്ട. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. കേട്ടോ. പണം തുടങ്ങിയ ഇപ്പൊ തുടങ്ങും. തുടങ്ങിയ തുടങ്ങിയില്ല. ഇപ്പുറത്തെ അത് പെണ്ണുങ്ങടെ. ഹലോ, എന്താ പ്രശ്നം? എന്താ ശരി, എന്താ പ്രശ്നം? എന്നാ കണ്ടിട്ട് തന്നെ വാ.
my dear friend. You are welcome. സാർ, നിങ്ങളുടെ ആളുകളാണ് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഓ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 rupees and commissions extra. Oh, I see. I am David Anthony Fernandez. Very, very pleased to meet you. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇവിടെയൊക്കെ ഇടിച്ച്. അതിനോട് പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പുറത്ത് വരാം, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷോ? ഇതൊന്നും ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കെ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവിയോ? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. Well, that's my name. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീദേവി പോലും. ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വീഴുന്നു. ഞാൻ ഓർത്തോ? എന്റെ മകളെ നിങ്ങളൊന്നും കാണുന്നില്ലേ? Okay. My dear സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്, ലിസൺ. ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ആശാനെ, ആശാനിതല്ലേ ഇവിടെ നിന്ന് കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കോ എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി.
തോണ്ടി ആരാണ് തോണ്ടിയത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നിൽക്കാതെ